അരുണാചലിലെ മലയാളികളുടെ മരണത്തിൽ പോലീസ് അന്വേഷണം നിർണായക ഘട്ടത്തിൽ. നവീൻ തന്നെയാണ് മുഖ്യ സൂത്രധാരനെന്നാണ് പ്രാഥമിക നിഗമനം. അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച് ആര്യയ്ക്ക് സ്ഥിരമായി വിവരങ്ങൾ അയച്ചത് നവീനാണോ എന്ന് ഇന്ന് ഉറപ്പിക്കാനാകും. നവീൻ്റെ ലാപ്ടോപ്പിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. ഇവർ നിരവധി പേരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന സൂചനയുണ്ടെങ്കിലും മറ്റാരും കുടുങ്ങിയതായി തെളിവില്ല. അന്യഗ്രഹ ജീവിതം സാധ്യമാകുമെന്ന വിശ്വാസത്തെ തുടർന്നാണ് മരിച്ചവർ അരുണാചൽ പ്രദേശ് തെരഞ്ഞെടുത്തത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സുനിഷ അയലൂർ വിശദാംശങ്ങളുമായി. സുനിഷ, പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ്. അന്യഗ്രഹ ജീവിതം ആഗ്രഹിച്ചവർ അരുണാചൽ പ്രദേശിലേക്ക് പോകുന്നു. അപ്പോൾ ഭൂമിയുടെ അരുണാചൽ പ്രദേശ് എന്ന ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ അന്യഗ്രഹ ജീവികളെ നമ്മളെ കൊണ്ടുപോകുന്നതാണോ? എന്താണ് അതിൻ്റെ ഒരു പരിപാടി? നികേഷ്, കഴിഞ്ഞ ദിവസം മുതൽ വിചിത്രമായ വിശ്വാസങ്ങൾ ഇവർ വെച്ചു പുലർത്തിയിരുന്നു എന്നൊക്കെ തെളിയിക്കുന്ന രേഖകളൊക്കെ പുറത്തു വരികയാണ്. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ കൂടി ലഭിക്കുന്നത്. തുടക്കം മുതൽ പോലീസ് സംശയിച്ചിരുന്ന നവീനാണ് ഇതിന്റെ മുഖ്യ ആസൂത്രകൻ എന്നൊരു സംശയത്തിൽ തന്നെ, എന്നൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെ പോലീസ് എത്തുന്നു എന്നതാണ്. നികേഷ് സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടായിരിക്കാം അരുണാചൽ പ്രദേശ് തെരഞ്ഞെടുത്തത് എന്നൊരു സംശയം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ നവീന്റെ കാർ അടക്കം പരിശോധിച്ചതിൽ നിന്നും ചില രേഖകളൊക്കെ ലഭിച്ചിരുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് നവീൻ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് താമസിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ്. ഇതിൽ പ്രധാനമായും പറയുന്നത്, ഈ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോയാൽ എളുപ്പത്തിൽ ഈ അന്യഗ്രഹ ജീവിതം സാധ്യമാകും, അല്ലെങ്കിൽ അന്യഗ്രഹത്തിലേക്ക് പോകാൻ കഴിയുമെന്നൊരു വിശ്വാസം കൂടി ഇവർ പുലർത്തിയിരുന്നു എന്നതാണ്. അതായത് സമുദ്രനിരപ്പിനോട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ളൊരു സാധ്യതയുണ്ട് ഭൂമിയിൽ. അതുകൊണ്ട് തന്നെ ഉയർന്ന സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന തലങ്ങളിലേക്ക് പോവുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം എന്നതാണ്. അത്തരത്തിലുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ആ ഒരിടം തെരഞ്ഞെടുത്തത് എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. മറ്റൊരു കാര്യം, ഈ പല വിവരങ്ങളും ലഭിച്ചിരുന്നു. അതിൽ ഈ നവീൻ തന്നെയാണ് ഈ വിശ്വാസത്തിന് അന്ധമായി ഈ വിശ്വാസത്തിലേക്ക് എത്തിയിരുന്നത്. പിന്നാലെ തന്നെ ആര്യയെയും ദേവിയെയും ഈ വിശ്വാസത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു എന്നതാണ്. ആര്യക്ക് തുടക്കം മുതൽ തന്നെ ഇത്തരത്തിൽ ഈ ഗ്രഹങ്ങളെ പറ്റിയും ഉൽക്കകളെ പറ്റിയും ഒക്കെ പഠിക്കാനുള്ള കൗതുകമുണ്ടായിരുന്നു. അതിൽ ഈ നവീനിന്റെ കൂടി ചില വിശ്വാസങ്ങൾ ഉൾപ്പെട്ടപ്പോൾ ആര്യ പൂർണ്ണമായും ഇതിലേക്ക് എത്തിപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് തന്നെ കൂടുതൽ ഈ ആര്യക്ക് ഡോൺ ബോസ്കോ എന്നൊരു മെയിൽ ഐഡിയിൽ നിന്നുമായിരുന്നു നിരന്തരം മെയിലുകൾ വന്നിരുന്നത് ഈ വിവരവുമായി ബന്ധപ്പെട്ട്. അങ്ങനെയെങ്കിൽ ഈ ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ അത് നവീൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണോ എന്നൊരു സംശയം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നവീനിന്റെ കാറിൽ നിന്ന് കണ്ടെത്തിയ ലാപ്ടോപ്പ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇതിൽ നിന്ന് ഇന്ന് വിവരം ലഭിക്കുന്നതോടെ, ഈ പരിശോധനാ ഫലം ലഭിക്കുന്നതോടുകൂടി ആ കാര്യത്തിൽ കൃത്യത വരുമെന്നതാണ്. അങ്ങനെയെങ്കിൽ നിർണായകമായ വിവരങ്ങൾ, ഇതിൽ നവീൻ തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത് എന്ന് തെളിയിക്കുന്ന നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. അത്തരത്തിലുള്ള അന്വേഷണം ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. മറ്റൊരു കാര്യം, ഇനി ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നായിരുന്നു. ഏതായാലും നിലവിൽ അത്തരത്തിലുള്ള കെണിയിൽ അകപ്പെട്ടിട്ടില്ല എന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തുന്നു. പക്ഷേ ഈ നവീൻ അടക്കം പല കുറി തങ്ങളുടെ സുഹൃത്തുക്കളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അന്യഗ്രഹ ജീവിതം, മരണാനന്തര ജീവിതം അടക്കമുള്ള വിഷയങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. സുഹൃത്തുക്കൾ മൊഴി നൽകിയിരിക്കുന്നതും അത്തരത്തിലാണ്. ഏതായാലും നിലവിൽ ആരും പെട്ടിട്ടില്ല. ബാഹ്യ ഇടപെടലിന്റെ ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല. അത്തരത്തിൽ ഇപ്പോൾ നവീനിലെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം എന്നത് തന്നെയാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. അതേസമയം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്, ഈ കൈകളിലെ ആര്യയുടെയും ദേവിയുടെയും കൈകളിലെ ആഴത്തിലുള്ള മുറിവുകൾ അത് പുറത്തുനിന്ന് ഉണ്ടാക്കിയതാണ്. അതായത് അവർ സ്വയം മുറിക്കാനുള്ള സാധ്യത അതിൽ കാണുന്നില്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ നവീൻ തന്നെ ആയിരിക്കാം ഇരുവരുടെയും കൈ മുറിച്ചിട്ടുണ്ടാവുക എന്ന നിഗമനത്തിൽ കൂടി പോലീസ് എത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ എല്ലാറ്റിന്റെയും സൂത്രധാരൻ നവീനായി മാറുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. ഈ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കുന്നതോടുകൂടിയും ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് ചില രേഖകൾ കൂടി, നിർണായകമായ ചില രേഖകൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുമാണ്. ഇതൊക്കെ തന്നെയും ക്രോഡീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. അത്തരത്തിൽ ഒരുപക്ഷെ ഇന്ന് DCP മാധ്യമങ്ങളെ കണ്ട് ഈ വിവരങ്ങൾ വിശദീകരിക്കുമെന്ന് കൂടി അറിയിക്കുന്നുണ്ട്. നികേഷ്. സുനിഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.